നമസ്കാരം. മല്ലു സ്റ്റൈൽ ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു സ്കേർട്ടാണ് തയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓർഗൻസ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിൽ ഫ്ലോറൽ പ്രിൻ്റുള്ള ഒരു ഓർഗൻസ മെറ്റീരിയൽ. അതുപോലെ തന്നെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് സാറ്റിൻ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ടോട്ടൽ ഒരു 2.25 to 3 മീറ്റർ ലെങ്ത്തിലാണ് രണ്ട് മെറ്റീരിയലും എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലെങ്ത്ത് എത്ര വേണം അതനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ലൈനിങ് മെറ്റീരിയൽ ആദ്യം രണ്ടായിട്ട് മടക്കുക. അത് കഴിഞ്ഞിട്ട് ഈ മടക്ക് വരുന്ന ഭാഗത്തു നിന്ന് നമ്മൾ കോണായിട്ട് എടുത്തിട്ട് മറ്റേ സൈഡിലോട്ട് എടുത്തിട്ട് ഒന്നുകൂടി മടക്കുക. അപ്പോൾ ഇതിപ്പോൾ 4 ലെയറായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വേസ്റ്റ് മെഷർമെൻറ്റ് എടുക്കുക. ഈ വേസ്റ്റ് മെഷർമെൻറ്റിൻ്റെ /4 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ വേസ്റ്റ് മെഷർമെൻറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് 32 ആണ്. 32/4 8 പ്ലസ് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ 8 + 1 ഒരു 9 ഇഞ്ചസ് നമ്മൾ ഒരു സെമി സർക്കിൾ രീതിയിൽ അവിടെ ഒരു മെഷർമെൻറ്റ് വരയ്ക്കാം. ഇവിടെ ആയിട്ടാണ് നമ്മളുടെ വേസ്റ്റിൻ്റെ ഭാഗം വരുന്നത്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കാം. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമ്മൾ എത്രയാണോ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരേണ്ടത് ആ ഇഞ്ചസ് നമ്മൾ മെഷർ ചെയ്തിട്ട് ആ ലെങ്ത്ത് നമ്മൾ തുണിയുടെ ഒരു സൈഡിൽ നിന്ന് താഴോട്ട് പിടിച്ചിട്ട് ഈ ലെങ്ത് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തണം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും മിക്കവാറും തുണിയുടെ 2 ലെയേഴ്സിന് നമുക്ക് ലെങ്ത്ത് കുറവായിരിക്കും തോന്നുന്നത്. അത് കുഴപ്പമില്ല, നമ്മൾ എക്സ്ട്രാ പീസസ് വെച്ചിട്ട് അത് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുക. എക്സ്ട്രാ ലെങ്ത്ത് ഒന്നും ഇവിടെ ഇടേണ്ട ആവശ്യമില്ല. അപ്പം ഈ സെയിം ലെങ്ത്ത് തന്നെ നമ്മൾ ആ തുണിയുടെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ആ കർവിൽ കൂടെ ടേപ്പ് കൊണ്ടുപോയി അടുത്ത സൈഡ് എത്തുന്ന വരെ ഒരു സെമി സർക്കിൾ രീതിയിൽ ഡോട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കർവ് വീണ്ടും അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ദാ ഇവിടെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 2 ലെയറിന് നമുക്ക് ലെങ്ത്ത് തികയത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ആ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വരുന്ന മെറ്റീരിയലിൽ നിന്ന് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് പിന്നീട് സ്റ്റിച്ച് ചെയ്ത് ചേർത്താൽ മതി. ഇനി നമ്മൾ നമ്മുടെ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണോ ലൈനിങ് മടക്കിയിട്ടത് അതുപോലെ തന്നെ 4 ലെയറായിട്ട് കോൺ ഷേപ്പിൽ ഈ മെറ്റീരിയൽ മടക്കിയിടുക. സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്യാനായിട്ട് ഈസിയാണ്. അതിന് മെഷർമെൻ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ആ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ജസ്റ്റ് മേളിൽ കയറ്റി വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. പക്ഷേ ലെങ്ത്ത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ എക്സ്ട്രാ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കേർട്ട് തയ്ച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ലൈനിങ് വെളിയിൽ കാണാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു 2 ലെയേഴ്സിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടാത്തൊരു പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ ചെയ്ത പോലെ തന്നെ എക്സ്ട്രാ പീസസ് കട്ട് ചെയ്ത് വയ്ക്കാം. അത് നമ്മൾ പിന്നീട് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 2 പീസ് കട്ട് ചെയ്ത് വെച്ചായിരുന്നല്ലോ. ആ പീസസ് നമ്മുടെ മെയിൻ മെറ്റീരിയലിനോട് അറ്റാച്ച് ചെയ്ത് ചേർക്കണം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇത് ചേർത്ത് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം അത് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൂടെ ഒരു സ്റ്റിച്ചും കൂടെ വേണമെങ്കിൽ കൊടുക്കാം. ഇനി നമ്മൾ ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മുടെ ഓർഗൻസ മെറ്റീരിയലിലും റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് നമുക്ക് ലെങ്ത്ത് തികയാതെ വന്ന സൈഡിൽ എക്സ്ട്രാ കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസ് അറ്റാച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ ആ 2 പീസസും കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൂടെ സ്റ്റിച്ചും കൂടെയും കൊടുത്ത് വൃത്തിയാക്കി വയ്ക്കും. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഓർഗൻസ മെറ്റീരിയലും അതുപോലെ തന്നെ ലൈനിങ് മെറ്റീരിയലും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വേസ്റ്റ് ഭാഗത്തു നിന്ന് ആദ്യമേ തുടങ്ങാം. 2 മെറ്റീരിയലിൻ്റെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിങ്ങിന് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചേർത്ത് വെച്ച് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ വേസ്റ്റ് ഭാഗത്തെ ലൈനിങ്ങും ഓർഗൻസ മെറ്റീരിയലും തമ്മിൽ അറ്റാച്ച് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഈ സൈഡിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗവും കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഈ ലൈനിങ്ങും അതുപോലെ ഓർഗൻസ മെറ്റീരിയലും കൂടി ചേർത്ത്, അതായത് ഇവിടെ 4 ലെയറായിട്ട് വരും. ഈ 4 ലെയറും കൂടെ ഒരുമിച്ചാണ് മേളിൽ നിന്ന് തൊട്ടേ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-15 ഇഞ്ച് താഴെ വരുന്നവരെ ഈ 4 ലെയറും കൂടെ കൂട്ടിച്ചേർത്ത് തയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നോർമൽ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അകത്തുനിന്നാണല്ലോ തയ്ക്കുന്നത്, അതായത് നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ നമ്മളോട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ സ്കേർട്ട് തയ്ക്കുമ്പോൾ ഞാൻ നോർമൽ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 ഇഞ്ച് താഴെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ 2 ലൈനിങ്ങും കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട്, അതായത് ഞാൻ ആ ഒരു പോയിന്റിലെത്തുമ്പോഴത്തേക്കും ഓർഗൻസ മെറ്റീരിയൽ, അതായത് ഔട്ടർ ലെയർ കുറച്ച് പുറത്തോട്ട് വിടും. അത് അവോയ്ഡ് ചെയ്തിട്ട് ലൈനിങ് മാത്രം കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് താഴെ വരെ തയ്ച്ചെത്തും.
അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്കേർട്ട് മറച്ചിട്ടിട്ട് പിന്നീടാണ് പുറത്തെ ലെയർ ഇവിടെ ഓർഗൻസ മെറ്റീരിയലായിട്ട് വരും. ആ ഓർഗൻസ മെറ്റീരിയൽ സെപ്പറേറ്റ് എടുത്ത് തയ്ക്കും. അപ്പം ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ 2 ലെയറും സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അതായത് നമ്മൾ ഈ സൈഡിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനകത്ത് ഈ 4 ലെയറും കൂടെ കൂടി പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കില്ല. പക്ഷേ അതിന് പകരം 2 ലെയർ സ്കേർട്ട് പോലെ ഇങ്ങനെ കിടക്കും. അത് നല്ലൊരു ഭംഗിയാണ് കാണാൻ. നോർമലി ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതല്ല അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 ലെയറും കൂടെയും കൂട്ടി പിടിച്ചിട്ട് മേളിൽ തൊട്ട് താഴെ വരെ ഒറ്റ സ്റ്റിച്ചിൽ ചെയ്താലും മതി. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പടി തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ബാക്കി വന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയലിൽ നിന്ന് നമുക്ക് ഡയഗണലായിട്ട് 2 പീസസ് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ വേണം മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ 32 ഇഞ്ചസാണ് വരുന്നത്. ആ 32 ഇഞ്ചസ് പ്ലസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇടുക. ഈ ഒരു 34 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ലൈനിങ്ങിൽ നിന്ന് 2 പീസസ് വേണം. അതുപോലെ തന്നെ ഈ ഓർഗൻസ മെറ്റീരിയലിൽ നിന്നും 2 പീസസ് വേണം. അപ്പം നമ്മൾക്ക് ആ ഒരു ലെങ്ത്തിൽ അത്ര പീസസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് 32 + 2 34 ഇഞ്ചസ് ലെങ്ത്തിൽ ഒരു പീസായിട്ട് ജോയിൻ ചെയ്തെടുത്താലും മതി. ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്ക് ആ ലെങ്ത്തിൽ മെറ്റീരിയൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതായത് ഇവിടെ കാണുന്ന പോലെ ഞാൻ 4 മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ 2 മെറ്റീരിയലും ചേർത്ത് പിടിക്കാം. അപ്പോൾ നമ്മൾ ഈ പീസസ് ജോയിൻ ചെയ്താണ് എടുത്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ തയ്യൽ തുമ്പ് ഇതിൻ്റെ നടുക്ക് വരുന്ന രീതിയിൽ വേണം ഈ 2 പീസും ജോയിൻ ചെയ്ത് വെക്കാനായിട്ട്. എന്നിട്ട് ഒരു സൈഡിൽ കൂടെ ഏകദേശം ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് 2 പീസസിലും ഒരു ലൈനിങ് മെറ്റീരിയൽ ഒരു ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ട് 2 പീസ് 32 ഇഞ്ച് ലെങ്ത്തിൻ്റെ 2 പീസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 32 ഇഞ്ച് ലെങ്ത്തിൽ തന്നെ ഒരു സ്റ്റിഫ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 ഇഞ്ച് വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ആ പടി ഒരു വൃത്തിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പീസ് ഉണ്ടല്ലോ, അതായത് ഒരു ഓർഗൻസ മെറ്റീരിയലും പിന്നെ ഒരു ലൈനിങ് മെറ്റീരിയലും കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചല്ലോ, അതിൻ്റെ നടുക്കയിലോട്ട് ഈ ഒരു സ്റ്റിഫ് ചേർത്ത് വയ്ക്കാം, ഇറക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അയൺ ചെയ്ത് നന്നായിട്ട് ഒട്ടിപ്പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിഫ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പീസസിലും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പീസിൽ മാത്രം സ്റ്റിഫ് അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. ഇനി നമ്മളിതൊരു പടി പോലെ തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിഫ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസും മറ്റേ പീസും കൂടി ചേർത്ത് വെച്ചിട്ട്, അപ്പം ഇതിനകത്ത് ഓർഗൻസ മെറ്റീരിയൽ നടുക്ക് വരുന്ന രീതിയിൽ വേണം ചേർത്ത് വെക്കാനായിട്ട്. ഈ 2 പീസസും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് കൊടുത്താൽ മതിയാവും. കണ്ടില്ലേ ഇതുപോലെ. ഇനി നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഓർഗൻസ മെറ്റീരിയൽ പുറത്ത് വരുന്ന രീതിയിൽ പുറത്തോട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ സ്റ്റിച്ച് ചെയ്ത സൈഡിൽ കൂടെ തന്നെ പുറത്തേക്കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഈ 2 മെറ്റീരിയലുകളെയും കൂടിയിട്ട് ഒരു പടി പോലെ നല്ല പെർഫെക്റ്റായിട്ട് ചേർന്നിരിക്കുന്ന പോലെ നമുക്ക് കിട്ടും. നമ്മൾ പടിയുടെ ഒരു വശം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഒരറ്റത്തിൻ്റെ തയ്യൽ തുമ്പ് രണ്ടും അകത്തോട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പം ഈ ഒരു സൈഡും കൂടെ ഈ ഒരു കോർണർ ഭാഗം നമുക്ക് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ചായിട്ട് കിട്ടും. ഇനി ചെയ്യേണ്ടത് നമ്മുടെ പടിയുടെ അടിപ്പ് വരാത്ത ഭാഗമുണ്ടല്ലോ, അതായത് ഓപ്പൺ ആയിട്ടിരിക്കുന്നൊരു ഭാഗമുണ്ട്, ആ ഭാഗം നമ്മുടെ സ്കേർട്ടിൻ്റെ വേസ്റ്റ് വരുന്ന ഭാഗത്തോട് കൂടി ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പടിയുടെ ഒരു ലെയർ ഉണ്ടല്ലോ, ആ ഒരു ലെയറും സ്കേർട്ടിൻ്റെ ഒരു ലെയറും കൂടി കൂട്ടിച്ചേർത്ത് വയ്ക്കുക. കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് അതിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ പുറത്തോട്ട് വരുന്ന ഭാഗത്തോട്ടുള്ള സ്റ്റിച്ച് പെർഫെക്റ്റായിട്ട് കിട്ടി. ഇനി നമ്മൾ പടിയുടെ മറ്റേ ലെയർ, അതായത് സ്റ്റിഫ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലെയർ സ്കേർട്ടുമായിട്ട് ജോയിൻ ചെയ്യുകയാണ് വേണ്ടത്. അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ അടിപ്പ് വരുന്ന ഭാഗം അകത്തോട്ട് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കുക. സ്കേർട്ടിൻ്റെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഈ പടിയുടെ ഒരു ഭാഗം നമ്മൾ ഫൈനൽ സ്റ്റിച്ചാണ്, അത് പുറത്തോട്ട് കാണുന്നൊരു സ്റ്റിച്ചാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്കേർട്ടിന് മൊത്തത്തിലൊരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. അപ്പം അഥവാ നമുക്കൊരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിൻസ് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ലൈനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ പുറത്ത് വശം, അതായത് ഓർഗൻസ മെറ്റീരിയലിൻ്റെ വശത്തു നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. അപ്പം അകത്തെ ലെയർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചിലപ്പം പടിയിലോട്ടോ അല്ലെങ്കിൽ ലൈനിങ്ങിലോട്ടോ സ്റ്റിച്ച് കയറി ഇറങ്ങി പോകാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പുറത്ത് ആ ഒരു സ്റ്റിച്ച് കറക്റ്റ് പടിയിൽ തന്നെ വരുന്ന രീതിയിലാണോ വരുന്നതെന്നുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും.
ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താഴത്തെ ആ ഒരു ലെയറിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, എഡ്ജ് ഒന്ന് മടക്കി തയ്ക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ വളരെ തിന്നായിട്ട് 1-2 മടക്ക് കൊടുത്തിട്ട് ജസ്റ്റ് നല്ല വീതി കുറച്ച് ഒന്ന് മടക്കി അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓർഗൻസ ലെയറും അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് ലെയറും ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് സ്കേർട്ടിന് വേണമെന്നുണ്ടെങ്കിൽ ഹുക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഹുക്ക് പിടിപ്പിക്കുന്ന വീഡിയോ എനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഫ്ലോറൽ അംബ്രല്ല കട്ട് സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.